ശ്രീകൃഷ്ണ ജ്യോതിഷാലയത്തിലേക്ക് ഏവർക്കും സ്വാഗതം. മെയ് മാസത്തെ ഫലമാണ് പറയുന്നത്. മെയ് മാസത്തിൽ ഇടവക്കൂറുകാർക്കുള്ള ഫലമാണ് പറയുന്നത്. ഇടവക്കൂറ് എന്ന് പറയുമ്പോൾ തന്നെ കാർത്തികയുടെ അവസാനത്തെ മുക്കാൽ ഭാഗവും രോഹിണിയും മകീരത്തിൻ്റെ ആദ്യത്തെ പകുതി ഭാഗവും കൂടി ചേരുന്ന ഇടവക്കൂറുകാർക്ക് ഇപ്പോൾ ജന്മത്തിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ജന്മവ്യാഴം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. 3-ൽ ചൊവ്വയാണ്, 5-ൽ കേതുവാണ്. 3-ൽ ചൊവ്വ അനുകൂലമാണ്, 5-ൽ കേതു ത്രികോണ സ്ഥാനത്തിൽ പ്രതികൂലമല്ലെങ്കിലും അനുകൂലത്തിലാണെങ്കിൽ അനുകൂലം തന്നെയാണ്. അതുപോലെ തന്നെ 11-ാം ഭാവത്തിൽ ശനി, അതായത് 11-ാം ഭാവത്തിൽ ശനി നിൽക്കുന്നത് വളരെ ഉചിതകരമായിട്ടുള്ള കാര്യമാണ്. രാഹു നിൽക്കുന്നത് വളരെ ഉചിതകരമായിട്ടുള്ള കാര്യമാണ്. ശുക്രൻ നിൽക്കുന്നത് ഉചിതകരമായിട്ടുള്ള കാലമാണ്. ബുധ നിൽക്കുന്നത് ഉചിതകരമായിട്ടുള്ള കാര്യമാണ്. 12-ാം ഭാവത്തിൽ സൂര്യൻ നിൽക്കുന്നത് വലിയ ദോഷമൊന്നും ചെയ്യില്ല. അത് കാരണം കൊണ്ട് ഇടവരാശിക്കാർക്ക് വളരെ ഗുണകരമായിട്ടുള്ള ഒരു സമയം തന്നെയാണ്. ഏതൊരു കാര്യത്തിൽ ഇറങ്ങി തിരിച്ചാലും അത് വിജയ സാധ്യതയിൽ എത്തിച്ചേരുവാനുള്ള സാധ്യതയുണ്ട്. ഇപ്പോൾ ഈ മാസത്തിൻ്റെ അവസാനമല്ല പകുതിയോടുകൂടി ധനസ്ഥാനത്തിലേക്ക് വരുന്ന വ്യാഴം ധനത്തിനും കുടുംബത്തിനും ഐശ്വര്യത്തിനും അഭിവൃദ്ധിക്കും മംഗളകർമ്മങ്ങൾക്കും ധനധാന്യക്കും വാക്കുകൊണ്ട് ജീവിക്കുന്നവർക്കും വ്യവസായങ്ങൾക്കും യൂണിഫോം വർക്ക് ചെയ്യുന്നവർക്കും മെക്കാനിക്കൽ സർവീസ് ചെയ്യുന്നവർക്കും മെഡിക്കൽ സംബന്ധമായിട്ടുള്ള മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കും അതുപോലെ തന്നെ എഞ്ചിനീയർ സംബന്ധമായിട്ടുള്ള മേഖലകളിൽ കൺസ്ട്രക്ഷൻ സംബന്ധമായിട്ടുള്ള മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കും രാഷ്ട്രീയക്കാർക്കെല്ലാം ഭയങ്കരമായിട്ടുള്ള മുന്നേറ്റങ്ങൾ ഉണ്ടാവും. സിനിമ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കെല്ലാം കോടികളുടെ ലാഭങ്ങൾ പ്രൊഡ്യൂസർമാർക്ക് തന്നെ ഉണ്ടാക്കാൻ പറ്റും എന്ന് തന്നെ പറയാം. അതുപോലെ തന്നെയാണ് വാഹന സംബന്ധമായിട്ടുള്ള മേഖലകളിൽ വൻ പുരോഗമനപരമായിട്ടുള്ള മുന്നേറ്റങ്ങൾ ഉണ്ടാവും. വാഹന സംബന്ധമായിട്ടുള്ള മെക്കാനിക്കൽ സംബന്ധമായിട്ടുള്ള ആ വാഹനത്തോടനുബന്ധിച്ച് പ്രവർത്തിക്കുന്ന എല്ലാ മേഖലയിൽ പെട്ടിരിക്കുന്നവർക്കും വൻ ഗുണാനുഭവങ്ങൾ ഉണ്ടാവും. അതുപോലെ തന്നെ സ്റ്റീൽ സംബന്ധമായിട്ടും ഇരുമ്പ് സംബന്ധമായിട്ടും ലോക സംബന്ധമായിട്ടും ഉള്ള വർക്കുകൾ ചെയ്യുന്നവർക്കെല്ലാം വളരെ ഗുണാധിക്യങ്ങൾ വന്ന് ചേരുവാനുള്ള സാധ്യത വളരെ 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 കൂടുതലായിട്ടുള്ള ഒരു സംഭവ വികാസങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ശുക്രൻ 11-ൽ കുറച്ച് കാലം അവിടെ ഇരിക്കുന്നുണ്ട്. അത് വളരെ ഉചിതപരമായിട്ടുള്ളതുണ്ട്. ആഡംബര ഭവനം എന്നിവയും വൻകിട നേട്ടങ്ങൾ കൈവരിക്കാനുള്ള സാധ്യതയും വൻകിട പുരോഗമനപരമായിട്ടുള്ള ബിസിനസ്സുകളും ബിസിനസ്സുകളെല്ലാം നടത്തി അതിൽ വിജയം കൈവരിക്കുവാനുള്ള സാധ്യതകൾ വളരെ കൂടുതലായിട്ട് കാണുന്നുണ്ട്. അതുപോലെ തന്നെയാണ് 11-ൽ ബുധൻ നിൽക്കുന്നതും ധനത്തിൻ്റെ കാര്യത്തിലും അക്കൗണ്ടിൻ്റെ കാര്യത്തിലും അതുപോലെ തന്നെ ഗവൺമെൻറ് സംബന്ധമായിട്ടുള്ള കാര്യത്തിലും എല്ലാം വളരെ ഗുണകരമായിട്ടുള്ളതാണ്. ഗവൺമെൻറ് ജോലികളെല്ലാം തരപ്പെട്ടിട്ട് കിട്ടുവാനുള്ള കിട്ടുവാനുള്ള സാധ്യത വളരെ ഉണ്ട്. അതുപോലെ തന്നെ സംബന്ധമായിട്ടുള്ള ഭാഗ്യം എന്ന് പറയുമ്പോൾ തന്നെ ലോട്ടറിയാണ് എല്ലാവരുടെയും മനസ്സിൽ പറയുന്നത്. ഞാൻ ഇതുവരെ ലോട്ടറി ആർക്കും അടിക്കും, ഇന്ന രാശിക്കാർക്ക് അടിക്കുമെന്ന് പറഞ്ഞില്ല. പക്ഷേ ഈ രാശിക്കാർക്ക് ലോട്ടറി അടിക്കാനുള്ള സാധ്യത ഉണ്ട്. പക്ഷെ അത് എത്ര ശതമാനത്തോളം എനിക്കൊന്നും പറയാൻ പറ്റില്ല. കാരണം വെച്ചാൽ 110% അല്ലെങ്കിൽ 5% ഒക്കെ ഉണ്ടാവുകയുള്ളൂ. ഫസ്റ്റ് പ്രൈസിൻ്റെ കാര്യമാണ് പറയുന്നത്. അല്ലാണ്ട് 100 രൂപയുടെ 500 രൂപയുടെ കാര്യമല്ല ഞാനിവിടെ പറയുന്നത്. അത് കാരണം കൊണ്ട് ധനലാഭം വരുവാനുള്ള യോഗമുണ്ട്. ജാതകത്തിൽ ഉച്ചസ്ഥനായിട്ടുള്ള ബലവാനായിട്ടുള്ള ഗ്രഹത്തിൻ്റെ ദശാകാലവും അപഹാരകാലവും ചാരവാസാലുള്ള ഈ കാലവും ഒത്തുവരുന്ന സമയത്തായിരിക്കും ഈ മഹാസംഭവങ്ങൾ അനുഭവിക്കുക, മഹായോഗങ്ങൾ അനുഭവിക്കുക, മഹായോഗങ്ങളായിട്ടുള്ള വധുവിനെ കിട്ടുക, അതുപോലെ മഹായോഗങ്ങൾ കൈവരിക്കുക, മഹാസമ്പത്ത് കൈവരിക്കുക, അതുപോലെ തന്നെ ബിസിനസ്സിൽ വൻകിട ലാഭങ്ങൾ പറഞ്ഞാൽ ഭയങ്കരമായിട്ടുള്ള ലാഭങ്ങൾ പ്രതീക്ഷിക്കുക. അതുപോലെ തന്നെ ഗവേഷണ മേഖലയിലെല്ലാം വൻ വിജയങ്ങൾ കൈവരിക്കുക, മെഡിസിൻ വിഭാഗത്തിലെല്ലാം വൻകിട നേട്ടങ്ങൾ ഉണ്ടാക്കി പ്രകൃതിദത്തമായിട്ടുള്ളതും അലോപ്പതി സംബന്ധമായിട്ടുള്ള മെഡിസിൻ സംബന്ധമായിട്ടുള്ള ആയുർവേദ സംബന്ധമായിട്ടുള്ള ഹോമിയോ സംബന്ധമായിട്ടുള്ള മെഡിസിൻ മേഖലകൾ പുനരുദ്ധീകരിച്ച് ഗവേഷണത്തിൽ വിജയിക്കും. പൈലറ്റ് സംബന്ധമായിട്ടുള്ളതും എയർപോർട്ട് സംബന്ധമായിട്ടുള്ളതും വാഹന സംബന്ധമായിട്ടുള്ളതും കൺസ്ട്രക്ഷൻ സംബന്ധമായിട്ടുള്ള മേഖലകൾക്കെല്ലാം വളരെ ഗുണകരമായിട്ടുള്ളൊരു സമയമായിട്ടാണ് ഇപ്പോൾ ഇവർ കാണിക്കുന്നത്. ചുരുക്കം